ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നൊരു ഈവനിങ് ടീ കേക്ക് ആയിട്ട് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ക്യാരറ്റ് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ ഒരു ബൗളിലോട്ട് 2 കോഴിമുട്ട പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്കൊരു 1/4 ടീസ്പൂൺ അളവിൽ ബട്ടർ സ്കോച്ചിൻ്റെ എസെൻസിൽ അതാണ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര കുറേശ്ശെ ആയിട്ട് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അതിലുള്ള ഓപ്ഷൻസിൽ പോയാൽ ഞാനിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് തന്നെ ലഭിക്കും. അപ്പോൾ ഞാൻ ഇത് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു ക്യാരറ്റ് ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ക്യാരറ്റ് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് 1/2 കപ്പ് അളവിൽ മൈദ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ മൈദയിൽ ഞാൻ ബേക്കിംഗ് സോഡ, ബേക്കിംഗ് പൗഡർ ഒന്നും ചേർക്കാതെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ മൈദ കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ മൈദ ചേർത്ത് കൊടുക്കുന്നതോടുകൂടി തന്നെ ഞാൻ ഇതിലേക്ക് ഒരു 1/2 കപ്പ് അളവിൽ പാലെടുത്തിട്ടുണ്ട് കേട്ടോ. ആ പാലും ഇതിൻ്റെ കൂടെ തന്നെ കുറേശ്ശായിട്ട് ഒഴിച്ചെടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ നമ്മുടെ ഈ ഒരു ക്യാരറ്റ് കേക്കിൽ വേണമെങ്കിൽ നട്ട്സുകളൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. കാഷ്യൂ, അതുപോലെ പിസ്ത എല്ലാം ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഓയിലിന് പകരം ബട്ടർ വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതുപോലൊരു 7 ഇഞ്ചിൻ്റെ കേക്ക് ടിൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഈ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഈ ബാറ്റർ ഇതിലേക്ക് മുഴുവനായിട്ട് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഈ ഒരു കേക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു 20 മിനിറ്റ് മതി കേട്ടോ. ഈ 20 മിനിറ്റിനുള്ളിൽ നമ്മുടെ ഈ ഒരു ക്യാരറ്റ് കേക്ക് ബേക്കായിട്ട് കിട്ടും. അപ്പോൾ ഞാനിവിടെ ഓവണൊന്നും ഇല്ലാതെയാണ് തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ക്യാരറ്റ് കേക്ക് എല്ലാവർക്കും ഇഷ്ടമാവും കേട്ടോ. അപ്പോൾ ഒരു 20 മിനിറ്റിന് ശേഷം നമ്മുടെ ഈ ഒരു ക്യാരറ്റ് കേക്ക് ഇവിടെ ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് നമ്മുടെ ഈ ഒരു ക്യാരറ്റ് കേക്ക് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു ക്യാരറ്റ് കേക്കിൻ്റെ റെസിപ്പി. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടെ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. ഇൻഷാ അല്ലാഹ് വീണ്ടും നല്ല റെസിപ്പി ആയിട്ട് വരുന്നതാണ്. അസ്സലാമു അലൈക്കും.